മാള അഷ്ടമിച്ചിറയിലെ ചാലക്കുടിയിലേക്ക് പോകുന്ന വഴിയിലുള്ള ബസ് സ്റ്റോപ്പ് അജ്ഞാത വാഹനം ഇടിച്ച് തകർന്നു. ഇടിച്ച വാഹനം നിർത്താതെ പോയതായി നാട്ടുകാർ പറയുന്നു. പഴുകരയിലെ ബസ് സ്റ്റോപ്പ് 21-ാം തീയതി രാത്രിയിൽ ഒരു വാഹനം, ലോറിയോ മറ്റോ വലിയൊരു വാഹനം വന്ന് ഇടിച്ച് തകർക്കുകയും വെള്ളിയാഴ്ച അതിനുശേഷം ശനിയാഴ്ചയാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഇതിൽ പോകുമ്പോൾ ഇത് കാണുന്നത്. നാട്ടുകാർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ്, ഇവിടുത്തെ പ്രദേശവാസികൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നിർമ്മിച്ചൊരു ബസ് സ്റ്റോപ്പ് തകർന്നു കിടക്കുന്ന അവസ്ഥ ഡിവൈഎഫ്ഐയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മാള പോലീസ് സ്റ്റേഷന് മുമ്പാകെ ഡിവൈഎഫ്ഐയുടെ അഷ്ടമിച്ചിറ മേഖല കമ്മിറ്റി പരാതി നൽകുകയും ആ പരാതി ഡിവൈഎഫ്ഐ നൽകുകയും ആ പരാതി മാള പോലീസ് സ്വീകരിക്കുകയും തുടർ നടപടി എന്തായാലും സ്വീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് നൽകുകയും അതിൻ്റെ പിന്നാലെ തന്നെ നാളെയും ഈ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഉപയോഗകരമാകുന്ന രീതിയിൽ ഈ ബസ് സ്റ്റോപ്പിനെ പുതുക്കി പണിയുക എന്ന വലിയ ദൗത്യം ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ മാള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അതിനിടെ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റോപ്പ് താൽക്കാലികമായി പുതുക്കി പണിതു. ഡിവൈഎഫ്ഐ അഷ്ടമിച്ചിറ മേഖലാ സെക്രട്ടറി MS അക്ഷയ്, പ്രസിഡന്റ് VS ശരത് എന്നിവരുടെ നേതൃത്വത്തിലാണ് ബസ് സ്റ്റോപ്പിന്റെ താൽക്കാലിക പുനർനിർമ്മാണം നടത്തിയത്. മാള അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ രാജീവ് നമ്പീശനും സംഘവും സ്ഥലം സന്ദർശിച്ചു.